ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ അർഫാനും നജീബും നസീദയും നെയിലും വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ്. നിന്നോടല്ലേ ചേച്ചി, ഞാൻ എന്റെ ഫാമിലി മൊത്തത്തിൽ എല്ലാത്തിനും ലൂസാണ്. കാരണം നെസിക്ക് 2 പിരി ലൂസാണ്. കാരണം മൊത്തത്തിൽ അരവിരി ലൂസ്. എന്നും നെസിന്റെ സൗണ്ട് ബോക്സ് എല്ലാ ദിവസവും കംപ്ലൈന്റ് അല്ല. നെസിക്ക് ഒരു കുറച്ച് ദിവസം മുമ്പ് നെയിലും പിന്നെ രാത്രി നെയിലിന്റെ കൊര കൊണ്ടുറങ്ങി നെസ്സി അഭിനയിച്ച് കാണിക്കും അല്ല. നെസ്സി തകർക്കും അഭിനയിച്ചിട്ട്. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളുടെ പോക്ക് അല്ല. അപ്പൊ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇന്നത്തെ അല്ല കാണിച്ചു തരാം. ചെറിയ ചെറിയ അല്ല. ഓക്കെ ഗൈസ്. ആ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടില്ല ഒന്ന് പുറത്തിറങ്ങി നൈറ്റ് ഡ്രൈവ് അല്ല അർഫാന അല്ല നസീനയിലും. അങ്ങനെ ഒന്ന് പുറത്തിങ്ങനെ നൈറ്റ് ഡ്രൈവ്. കുറെ നേരം പുറയിലിരുന്നിട്ട് ബോറടിച്ചെന്നാണ് പിള്ളേര് പറയുന്നത് അല്ല. അപ്പൊ പിള്ളേരൊന്ന് അല്ല ഒന്ന് മൂഡാക്കാൻ വേണ്ടിട്ട് ഒന്ന് ഔട്ടിംഗ് ആണ് കറങ്ങുന്നത്. എന്താ പറയുന്നത്? ഫുൾ വൈബ് അല്ലേ? വൈബാണോ? നെസിക്ക് വൈബ് വരുന്നില്ല എന്ന് പറയുന്നത്. വലിയ വൈബ്. നെയിലിനേക്കാളും വൈബ് ഞാനാണ് ഗൈസ്. നെയിൽ ഇംപ്രൂവ്മെന്റ് അല്ല. മാഷാഅല്ലാ മാഷാഅല്ലാ. ഇനി എന്റെ പിൻഗാമിയായിട്ട് ഞാൻ നെയിലൂനെയാണ് ഇത് ചെയ്യുന്നുള്ളത്. കാരണം മൊത്തം ക്യാമറ കാര്യങ്ങള് ഗിംബല്. എന്റെ സ്വത്തില്ലാത്തോണ്ട് ഞാൻ എന്റെ സ്വത്തായ ഗിംബൽ കൈമാറും അല്ല. മോൻ തള്ളുന്നുണ്ട്. കാരണം സ്വത്ത് അതല്ല അർഫാന. സ്വത്തില്ലാത്തോണ്ട് എന്റെ സ്വത്തായ ഗിംബൽ ഞാൻ കൈമാറും. കോടികൾ വാരാനുള്ള ഗിംബലാണിത് അല്ല ഗൈസ്. അത് ഞാൻ എന്റെ മകന് ഞാൻ ഏൽപ്പിക്കുകയാണ്. മോൾക്ക് അതൊരു തൃപ്തിയില്ലായ്മ. മോൾക്കൊരു തൃപ്തിയില്ലായ്മ. കോടികൾ വാരുമെന്ന് പറയുമ്പോൾ മോൾക്ക് എന്താ മോളെ? എന്താ ഫാത്തിമ നീ പാത്തു ചിരിക്ക് പാത്തു. അങ്ങനെയാണ് മനുഷ്യയുള്ളൊരു നാളത്താണ് അടിപൊളി. നേരോ ശരിയോ ഒന്നുമല്ല. ഒരു വൈബ് മൂഡിലൊരു വൈബ് പാട്ടിടലാണ് അത്. വാ അടിപൊളി. അതാണ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ആ സ്മാർട്ട്നെസ് എന്ന് പറയുന്നതില് നമ്മ സ്പോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നെ സ്മാർട്ട് എന്ന് പറയുന്നത് എന്തെല്ലാരും ഞാൻ സ്പോട്ട് എനി ടൈം ഫുൾ എനർജിയില്. എന്താ പറയുന്നതില് സ്മാർട്ട് പപ്പാന്റെ സ്മാർട്ട് മോന് അല്ല. ഇത് ഞങ്ങളെ പാത്തു ആണ്. പാത്തു അങ്ങനെ മാഡം എന്താ പറയാ? ഒന്നും കൂടി പറ മാഡം, കേക്കുന്നില്ല. ഏതായാലും വണ്ടി എടുത്തിറങ്ങിയില്ലേ, പുറത്തുനിന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് ഇത് ഞാൻ അടുത്ത് ഇറങ്ങാൻ മുന്നേ വിചാരിച്ചിനെ. ഞാൻ ഇറങ്ങാൻ മുന്നേ വിചാരിച്ചിനെ ഇവർ എന്തോ ഒരു ഉഡായിപ്പാണ്.
ഓരോ ലൈറ്റും ഡാർക്ക് എല്ലാം നമുക്ക് അറിയാം എങ്ങനെയാണ്. ഫുഡ് കഴിക്കുന്ന കൊറേ ആയില്ലെന്ന് ഒരിക്കൽ പുറത്തുനിന്ന് കഴിക്കാം. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണം ഹാനികരം പക്ഷേ എന്ത് പറയേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും നോക്ക്, നിങ്ങൾ എന്തെങ്കിലും നോക്ക് എവിടെ ഉള്ളത്. അല്ല ഇന്നൊരു ദിവസം ഇനി ഞാൻ പറയില്ല. ലാസ്റ്റ് ഇത് എല്ലാ ദിവസവും പറയുന്നു. ഇന്നൊരു ദിവസം നാളെ ഒരു ദിവസം എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഏത് ഏടുന്ന് പറയ്, ഏതെങ്കിലും സിമ്പിള് സ്ഥലം പറയ് നമുക്ക്. അല്ല നെയ്ലോ സ്ട്രീറ്റ് ഫുഡാ? തട്ടടങ്ങ് തട്ടട നോക്ക്. ഇല്ല നെയ്ലോ തട്ടട ഫുഡ് കഴിച്ചേർന്ന് അതിന്റെ ഉള്ളില്. അല്ല അതിന്റെ ഉള്ളില് ഇരുട്ട്, ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാന്ന്. പെരുപ്പാമ്പായി അതന്നെ എന്താന്ന് വെച്ചാൽ ഫുള്ള് ഇരുട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തോന്നല്ല ഉള്ളില് മറ്റേ ഇരുട്ട് പോലെ ഒരു പെയിന്റും കറുപ്പ്, ലൈറ്റ് ഡിം ലൈറ്റ് അങ്ങനെ എന്തെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്പ്പത്തലും ബീഫ് കറിയും അടിച്ചത്. ഭക്ഷണം മോശമില്ല അല്ല, അടിപൊളി അല്ല, മോശമില്ലാത്ത ഭക്ഷണം. പിന്നെ അങ്ങനെ നമ്മളെ ഇന്നത്തെ ഇത് കഴിഞ്ഞ് ഇനി തിരിച്ചു പോന്നല്ലോ അർഫാന. സമയം ലേറ്റായി. ഇത് നബിദിനത്തിന്റെ റോഡിലെല്ലാം പോസ്റ്റ് ഇടുന്നുണ്ട് അല്ല, മറ്റേ എന്തിന് മറ്റേ നബിദിനത്തിന്റെ ഫ്ലാഗ് വെക്കാൻ വേണ്ടി. പുള്ളരെല്ലാം രാത്രി നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്, അടിപൊളിയായിട്ട് പണിയെടുത്തോണ്ടുള്ളത്, നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുള്ളത്. ബൈ ബൈ. എന്ത് ഐവ ഫുഡ് സ്റ്റോറി ബൈ ബൈ. അങ്ങനെ നെയ്ലോ എന്ത് നിങ്ങക്ക് എന്ത് നെയ്ലോ പറയാനുള്ളത്? നെയ്ലൊക്കെ നല്ല ഉറക്കം വരുന്നു ഭക്ഷണം എല്ലാം കഴിച്ചിട്ട്. അപ്പൊ ഇന്ന് ഇതിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ല അല്ല, ജസ്റ്റ് ഒന്ന് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടല്ല ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞ സ്ട്രീറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ റോഡ് പണിയല്ല. അപ്പൊ പിന്നെ വിചാരിച്ചിട്ട് ഈ ഐവാൽ തന്നെ ചെറിയ അല്ല ഒരു റെസ്റ്റോറന്റ് ആണ്, അവിടെ തന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെയ്ലുക്ക് എന്ത് ഒരു പാട്ട് നെയ്ലുന്റെ ഈ സന്ധ്യ നേരത്ത് രാത്രി നെയ്ലുക്ക് എല്ലാരും ഉറങ്ങും. നെയ്ലുന്റെ ഒരു പാട്ട് കേട്ടില്ല അങ്ങനെ ഒരു സംതൃപ്തി ഇല്ലല്ലോ അല്ല. എന്തെങ്കിലും ഒരു രണ്ടുപേരി പാട്ടല്ല അതറിയോ? നെയ്ലുന്റെ കൊറച്ച് അറിയുന്ന പാട്ട് പാട്, ഒരു രസം. ഒരു കുലമുന്തിരി വാങ്ങിടുവാതെ ആശട കയ്യിൽ പ്രിയേ പഠിച്ചത് ഈ പാട്ടാടുന്ന് മോനെ. ഇതായത് ഉമ്മാന്റെ കസിന്റെ അടുന്ന് ചൂരി കേട്ടിട്ട് ആടെ ഒന്ന് രണ്ട് കല്യാണത്തിന് പോയി. അങ്ങനെയാണ് മാപ്പിളപ്പാട്ട് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയത് അല്ല. നമ്മ ഈ വരുന്ന വഴിക്കില്ല, നമ്മളെ ജംഗ്ഷൻ ഉണ്ട് ബദർപള്ളി എന്ന് പറഞ്ഞിട്ട്, ബദർനഗർ അല്ല. ബദർനഗറില് ഇപ്പൊ നബിദിനത്തിന്റെ ഭയങ്കര പരിപാടി അല്ല, ഭയങ്കര വേളും അത് ഭയങ്കര ഡെക്കറേഷൻ അല്ല. നമുക്കതൊന്ന് കണ്ടോക്കാം അല്ല, എത്താനായല്ലോ അല്ല ഗൈസ്. അങ്ങനെ നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ ബദർനഗർ ജംഗ്ഷൻ. നബിദിനത്തിന്റെ ഫുള്ള് നബിദിനത്തിന്റെ ഡെക്കറേഷൻ ആണ്. ഡെക്കറേഷനും അത് ഇന്നിടെ വാൽവും ഉണ്ട് അല്ല, അടിപൊളി ഡെക്കറേഷൻ, സൂപ്പർ, നല്ല ഭംഗി. പള്ളീന്റെ എല്ലാം ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. മുമ്പോട്ട് പോട്ട് പള്ളീന്റെ എല്ലാം അടിപൊളിയാണ്. പള്ളീനെല്ലാം ഒന്നും അല്ല ചാമിച്ചിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്. എന്തോ രസം, സൂപ്പർ എന്ന് പറഞ്ഞാല് സൂപ്പർ അല്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പൊ ഗെയ്സ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊരുക്കെത്താനായി അല്ല. അപ്പൊ എന്റെ മൊബൈലും ഇതെല്ലാം ചാർജ് തീരാനും ആയി പറഞ്ഞ. അപ്പൊ നെയ്ലോ കമോൺ, നമ്മൾ ഗൈസിനോട് പറയണോ, ഗൈസിനോട് സബ്സ്ക്രൈബ് ചെയ്യുക.